Hello friends, എല്ലാവർക്കും പുതിയ ബയോളജി സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത് ഇയറിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അല്ലേ? ഇയറിന്റെ ഘടനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ചെവിയുടെ ഘടനയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാഹ്യ കാരണം അഥവാ എക്സ്റ്റേണൽ ഇയർ വരെ പറഞ്ഞല്ലോ. ഇനി നോക്കാം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ ഇയർ കഴിഞ്ഞു. ഇവിടെ വരെ എക്സ്റ്റേണൽ ഇയർ അല്ലേ? എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ മെംബ്രെയിൻ ഇവിടെ കാണുന്നുണ്ട്, ചെറിയ പാളി ഇവിടെ കാണുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടിംപാനം അഥവാ കർണപടം. ടിംപാനം അഥവാ കർണപടം എന്ന് പറഞ്ഞാൽ എന്താണ്? It is a junction between external ear and middle ear. It connects the external ear of middle ear. മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാടി, ഒരു ചെറിയ പാടയാണ് ഇത് ഈ കർണപടം എന്ന് പറയുന്നത്, നമ്മുടെ ടിംപാനം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു വേവ്സ് തരംഗങ്ങളായിട്ട് ഇതിലൂടെ എൻ്റർ ചെയ്യുന്നില്ലേ? തരംഗങ്ങളായിട്ട് നമ്മുടെ ഓഡിറ്ററി കനാൽ വഴി അവസാനം എവിടെ നിന്ന് തട്ടുന്നു? നമ്മുടെ ടിംപാനത്തിൽ അഥവാ കർണപടത്തിൽ വന്ന് തട്ടും. ഈ കർണപടത്തിൽ തട്ടിക്കഴിഞ്ഞാൽ കർണപടം അഥവാ ടിംപാനം എന്ത് ചെയ്യുന്നു? അതൊന്ന് വൈബ്രേറ്റ് ചെയ്യും. വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു ബലൂൺ നിങ്ങൾ സങ്കല്പിക്കാം. ഇപ്പൊ ബലൂണൊക്കെ നമ്മൾ ബലൂൺ പൊട്ടിച്ചിട്ട് ചിരട്ടയിലൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് UP ക്ലാസ്സിലൊക്കെ ഡ്രം പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ? അപ്പൊ ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന സമയത്ത് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് ആകെ കമ്പനം ചെയ്യുന്നു, അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഇതേപോലെ തന്നെ സംഭവം ഒരു ബലൂൺ ഇങ്ങനെ പിന്നെ വലിച്ച് നിവർത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ആയിരിക്കുന്നത് നമ്മുടെ ടിംപാനം അഥവാ കർണപടം ഇരിക്കുന്നത്. ഈ ടിംപാനം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയോ? ഈ കമ്പനം, ഈ വൈബ്രേഷൻ തൊട്ടടുത്ത ഭാഗത്തെ കമ്പനം ചെയ്യും. തൊട്ടടുത്ത ഭാഗം ആരാണ്? മിഡിൽ ഇയർ ആണ്, മധ്യകർണമാണ്. മധ്യകർണം, മിഡിൽ ഇയർ. മധ്യകർണത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഈ മൂന്ന് ആൾക്കാരാണ്. 1 2 3 മൂന്ന് പേര്. ആ മൂന്ന് പേരെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് അസ്ഥി ശൃംഖല. അസ്ഥി ശൃംഖല, അസ്ഥി ശൃംഖല അഥവാ ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഗമാണ് മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയർ മധ്യകർണമാണ് ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖല. മൂന്ന് അസ്ഥികൾ, മൂന്ന് ബോൺസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ഇങ്ങനെ മൂന്ന് അസ്ഥികളാണ്, മൂന്ന് ചെറിയ ചെറിയ ബോൺസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ ചെറിയ അസ്ഥികളാണ്. മനുഷ്യദേഹത്തിലെ ഏറ്റവും ചെറിയ ചെറിയ അസ്ഥിയാണ് ഇത് സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ. സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ അസ്ഥി. സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ ആണ്, നമ്മുടെ തുടയിലാണ് ഏറ്റവും വലിയ അസ്ഥി. അപ്പൊ നോക്കുക, ഏറ്റവും ചെറിയ അസ്ഥിയാണ് നമ്മുടെ ഈ സ്റ്റേപ്പിസ്. അപ്പൊ നോക്കുക, അതാണത് നമ്മുടെ മധ്യകർണത്തിലെ ഭാഗം. നോക്കുക, മധ്യകർണത്തിലെ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മധ്യകർണത്തിൽ മിഡിൽ ഇയറിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു ട്യൂബ് പുറത്തേക്ക് വരുന്നുണ്ടല്ലേ? ഒരു ട്യൂബ് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ട്യൂബ് മധ്യകർണത്തിൽ പുറത്തേക്ക് വരുന്നു. ഈ ട്യൂബ് എവിടേക്കാണ് പോകുന്നത് കുട്ടികളെ? ഇത് നമ്മുടെ തൊണ്ടയിലേക്ക്, ഫാരിങ്സിലേക്കാണ് ഈ ഒരു ട്യൂബ് പോകുന്നത്. ഈ ട്യൂബിനെ പറയുന്ന പേരാണ് വെരി വെരി ഇമ്പോർട്ടന്റ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. യൂസ്റ്റേഷ്യൻ നാളി അഥവാ യൂസ്റ്റേഷ്യൻ ട്യൂബ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും വേർതിരിക്കുന്ന ഭാഗമാണ് ഇത്. നമ്മുടെ മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും വേർതിരിക്കുന്ന ഭാഗം, എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ടിംപാനം, കർണപടം. ഈ ടിംപാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. ഇവിടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഭാഗത്തെ, അതാ ഈ മിഡിൽ ഇയറിൽ നിന്നും, മധ്യകർണത്തിൽ നിന്നും മിഡിൽ ഇയറിൽ നിന്നും നമ്മുടെ ട്രക്കിയയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, മധ്യകർണത്തിൽ നിന്നും ഗ്രസനിയെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം, ഒരു കുഴലാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. നമുക്കറിയാം, നമ്മുടെ ചെവിയിലോ മൂക്കിലോ ഒക്കെ ഒരു തുള്ളി മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അതേപോലെ ഒരു മരുന്ന് എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ മരുന്ന് ഒരു ടേസ്റ്റ് നമുക്ക് തൊണ്ടയിൽ അനുഭവപ്പെടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അല്ലെ? തൊണ്ടയിലേക്ക് അതിന് ടേസ്റ്റ്, ചെവിയിലോ മൂക്കിലൊക്കെ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിലേക്ക് ടേസ്റ്റ് വരുന്നു. എന്തുകൊണ്ടാണ് തൊണ്ടയിൽ നമുക്ക് വരാൻ കാരണം? കാരണം നമ്മുടെ ചെവിയും അതുപോലെ തന്നെ തൊണ്ടയും തമ്മിൽ, ഗ്രസനിയും തമ്മിൽ, നമ്മുടെ ട്രക്കയും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ത് വഴിയാണ് ബന്ധം നോക്കാം? യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് നോക്കാം. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്തിനാണ് തൊണ്ടയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. നമുക്കറിയാം നമ്മുടെ ചെവിയുടെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെവിയുടെ ഇവിടെ വരെ കറക്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കല്ലേ. പുറത്തുള്ള അതേ വായു, പുറത്തുള്ള അതേ അറ്റ്മോസ്ഫിയറിക് എയറും അതേ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആയിരിക്കും എവിടെ വരെ ഉണ്ടാവുക? ഇവിടെ വരെ ഉണ്ടാവുക. ഇവിടെ മാത്രമാണ് ക്ലോസ്. ആരാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്? ടിംപാനമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ വരെ ഓപ്പൺ ആണ്. അപ്പൊ ഇവിടെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിലുള്ള അതേ പ്രഷറും അതേ എയറും ആയിരിക്കും ഇവിടെ വരെ ഉണ്ടായിരിക്കുക. മനസ്സിലാക്കുക, ഇവിടെ വരെ ഉണ്ടായിരിക്കുക. ഇനി ഇതിന്റെ അകത്ത് മറ്റൊരു പ്രഷറായിരിക്കും, മറ്റൊരു മർദ്ദമായിരിക്കും. മനസ്സിലായല്ലോ? മറ്റൊരു മർദ്ദം ആയിരിക്കും. അപ്പോ മർദ്ദത്തിൽ രണ്ട് ഭാഗത്തും മർദ്ദത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, രണ്ട് ഭാഗത്തെയും പ്രഷറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു പ്രഷർ, ഇവിടെ ഒരു മർദ്ദവും ഇവിടെ മറ്റൊരു മർദ്ദമായി കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഈ ചെറിയ പാളിയായിട്ട് നമ്മുടെ ഈ ടിംപാനം എന്ത് സംഭവിക്കും? അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഗ്യാസ് ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഗ്യാസ് ലോസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, വോഗട്രോസ് ലോ, ഇതിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ബോയിൽസ് ലോയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് പ്രഷറും അതുപോലെ തന്നെ ഈ വോളിയം തമ്മിൽ വ്യത്യാസത്തിൽ പഠിക്കുന്നില്ലേ? അപ്പോൾ ഈ പ്രഷർ കൂടുന്ന സമയത്ത് നിങ്ങൾ ഒരു ബലൂൺ വീർപ്പിക്കണം. ഒരു ബലൂൺ നിങ്ങൾ വീർപ്പിക്കുന്ന സമയത്ത് ആ ബലൂണ് എപ്പോ ഇങ്ങനെ കുറെ വീർപ്പിച്ച് അവസാനം എന്ത് ചെയ്തു? അത് പൊട്ടിപ്പോകും. എപ്പോഴാണ് അത് പൊട്ടുക? ബലൂൺ എപ്പോഴാണ് പൊട്ടുന്നത്? ഒരു ബലൂൺ ഇങ്ങനെ വീർപ്പിക്കും നിങ്ങൾ. ആ ബലൂൺ ഇങ്ങനെ ഇതിനുള്ളിലേക്ക് വായു എയർ കയറുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യണല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവിടെ പ്രഷർ ഇവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഉള്ളിലൊരു പ്രഷറും പുറത്ത് മറ്റൊരു പ്രഷറും ആയി കഴിഞ്ഞാൽ, ഉള്ളിലൊരു പ്രഷറും പുറത്ത് മറ്റൊരു പ്രഷറുമായി കഴിഞ്ഞാൽ, ഉള്ളിലൊരു മർദ്ദവും പുറത്ത് മറ്റൊരു മർദ്ദമായി കഴിഞ്ഞാൽ ഈ ബലൂൺ അവിടെ പൊട്ടും. അതേപോലെ നിങ്ങൾ നോക്കുക, ടിംപാനത്തിന്റെ, നമ്മുടെ കർണപടത്തിന്റെ ടിംപാനത്തിന്റെ ഇരുവശത്തും രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നു? രണ്ട് ഭാഗത്തും എന്താണ്? വ്യത്യസ്ത മർദ്ദമായി കഴിഞ്ഞാൽ, രണ്ട് ഭാഗത്തും ഡിഫറെന്റ് പ്രഷർ ആയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായല്ലോ? ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോവാൻ പാടില്ല. പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് കേൾവിണ്ടാവോ? ഇവിടെ ഒന്ന് വൈബ്രേഷൻ ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഭാഗത്തേക്ക് ഇത് കടത്തി വിടുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾവി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ പുറത്തുള്ള പ്രഷറും ഇന്റേണൽ മിഡിൽ ഇയറിൽ മധ്യകരണത്തിലുള്ള പ്രഷറും ഒരേപോലെ ആക്കാൻ വേണ്ടി അതിന് തമ്മിലും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രഷർ ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ഇത് യൂസ്റ്റേഷ്യൻ നാളി അഥവാ യൂസ്റ്റേഷ്യൻ ട്യൂബ്. മനസ്സിലാവും എന്താ പറയുന്നത്? യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മിഡിൽ ഇയറിലെയും മധ്യകർണത്തിലെയും ബാഹ്യകർണത്തിലെയും എക്സ്റ്റേണൽ ഇയറിലെയും പ്രഷർ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടും ഒരേപോലെ പ്രഷർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഫ്രിക്ഷൻ അവിടെ, ആ ഒരു പൊളിഷൻ അവിടെ ഉണ്ടാവില്ല, അല്ലെ? കൂട്ടിമുട്ടൽ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ രണ്ട് ഭാഗത്തെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഇയർ ട്രംപിനെ, നമ്മുടെ ടിംപാനത്തെ അഥവാ കർണപടത്തെ സംരക്ഷിക്കാനാണ് ആര് കാണപ്പെടുന്നത്? യൂസ്റ്റേഷ്യൻ നാളി കാണപ്പെടുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷ എപ്പോഴും ചോദിക്കാറുള്ളതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോ ശബ്ദം ഇപ്പൊ ഇങ്ങനെ വന്നില്ലേ? ഇവിടെ തട്ടി, അവിടെ തട്ടി, ടിംപാനത്തിൽ തട്ടി, കർണപടത്തിൽ തട്ടി, അതായത് ആരെ കമ്പന ചെയ്യിക്കും? തൊട്ടടുത്ത ഭാഗമായിട്ടുള്ള മാലിയസ് ഇൻഗസ്റ്റേറ്റീസ്, അതായത് മാലിയസ് ഇൻഗസ്റ്റേറ്റീസിനെ അത് കമ്പന ചെയ്യിക്കുന്നു. മാലിയസ് ഇൻഗസ്റ്റേറ്റീസിനെ കമ്പന ചെയ്യിച്ചു കഴിഞ്ഞാൽ, അതെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്ത ഭാഗത്തേക്ക് എൻ്റർ ചെയ്യും. തൊട്ടടുത്ത ഭാഗത്തേക്ക് എന്തിലൂടെ പോകും? ഇവിടെ രണ്ട് വിൻഡോസ് കാണപ്പെടുന്നുണ്ട്, ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും. ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. ഈ ഓവൽ വിൻഡോ വഴി ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് വേവ്സ് തൊട്ടടുത്ത ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുന്നു. തൊട്ടടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഇന്റേണൽ ഇയർ ആണ്, അഥവാ ആന്തര കർണമാണ്. മനസ്സിലായല്ലോ? ശബ്ദം ഇത്രയും ഭാഗത്തേക്ക് മനസ്സിലായല്ലോ? എങ്ങനെയാണ് ശബ്ദം കൃത്യമായി നമ്മുടെ ചെവിയുടെ ഓരോ ഭാഗത്തേക്കും എത്തുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് എന്താണ് ഇന്റേണൽ ഇയറിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഇയർ. അഥവാ ആന്തര കർണം. ആന്തരകർണം
നോക്കുക, ആന്തരകർണത്തിലെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആന്തരകർണത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആന്തരകർണമാണ് ശരീരത്തിലെ ഏറ്റവും ചെവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ആന്തരകർണം ഇന്റേണൽ ഇയർ. അതാണ് നമ്മുടെ കേൾവിയൊക്കെ സഹായിക്കുന്ന ഭാഗമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം, സംരക്ഷിച്ച് വെക്കണം. അതുകൊണ്ട് നമുക്കറിയാം, ഇവിടെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താ നല്ല സ്കള്ളാണ് അല്ലേ, നല്ല തലയോടും. അപ്പൊ നല്ല സ്കൾ ഒരു അസ്ഥി കൊണ്ടൊരു അസ്ഥി കൊണ്ടുള്ള ഒരു അറയുണ്ട് ഇവിടെ. നമ്മുടെ ഇന്റേണൽ ഇയർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. ഇന്റേണൽ ഇയറിന്റെ ഏറ്റവും പുറമെ എന്താ ഉള്ളത്, ഒരു അസ്ഥി കൊണ്ട് ബോൺ കൊണ്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ബോണി ലാബിരിന്ത്. ബോണി ലാബിരിന്ത് അഥവാ അസ്ഥി നിർമ്മിതമായ അറ. അസ്ഥി നിർമ്മിതമായ അറയുണ്ട്, ഒരു അസ്ഥി നിർമ്മിത അറ. അപ്പോ ഇന്റേണൽ ഇയറിന്റെ ഏറ്റവും പുറം ഭാഗത്ത് എന്താ ഉള്ളത്, ഒരു ബോണി ലാബിരിന്ത് അസ്ഥി നിർമ്മിതമായ അറയുണ്ട്. അതിന്റെ ഉള്ളില് അടുത്തൊരു ലെയർ കാണപ്പെടുന്നു കുട്ടികളെ, അടുത്തൊരു ലെയർ ഉണ്ട്. അത് അസ്ഥി കൊണ്ടല്ല, അതെന്താ, ഒരു മെംബ്രേനിയസ് ലാബിരിന്ത്, മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ദാറ്റ് ഈസ് മെംബ്രേനിയസ് ലാബിരിന്ത്. സ്ഥലനിർമ്മിതമായ അറ അഥവാ മെംബ്രേനിയസ് ലാബിരിന്ത്. ശ്രദ്ധിച്ചിരിക്കുക, ഇന്റേണൽ ഇയർ ആന്തരകർണത്തിന്റെ ഏറ്റവും പുറമെ എന്താണ്, ഒരു ബോണി ലാബിരിന്ത് ഉണ്ട്, അത് അസ്ഥി നിർമ്മിതമായ. അതിനകത്ത് ആരാ ഉള്ളത്, ഒരു മെംബ്രേനിയസ് ലാബിരിന്ത് അഥവാ സ്ഥലനിർമ്മിതമായ അറ. ഈ ബോണി ലാബിരിന്റിന്റെയും മെംബ്രേനിയസ് ലാബിരിന്റിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് ഒരു സ്പേസ് ഇല്ലേ, ഇതിനിടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് അല്ലേ. ഈ സ്പേസിൽ, ഈ ഗ്യാപ്പിൽ ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്, ഒരു ദ്രവം നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ദ്രവത്തെ പറയുന്ന പേരാണ് പെരിലിംഫ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിനുള്ളിൽ ഒരു മെംബ്രേനിയസ് ലാബിരിന്ത് ഉണ്ട്. ആ മെംബ്രേനിയസ് ലാബിരിന്റിനകത്തും ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് എൻഡോലിംഫ്. ഈ എൻഡോലിംഫിൽ നമുക്കറിയാം, ഒരു ഒച്ചിന്റെ തോട് പോലൊരു ചുരുണ്ടൊരാളിരിക്കുന്നുണ്ട്, അതുപോലെ മുയലിന്റെ ചെവി പോലെ ഒരു ഭാഗം ഇരിക്കുന്നുണ്ട് അല്ലെ. ഇത്തരം ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒച്ചിന്റെ തോട് പോലെ ഇരിക്കുന്ന ഈ ഭാഗത്തെ പറയുന്ന പേരാണ് കോക്ലിയ. മുയലിന്റെ ചെവി പോലെ ഇരിക്കുന്ന ഭാഗമുണ്ടോ, ഇതാരാണ്, ഇതാണ് സെമി സർക്കുലർ കനാൽസ്, അർദ്ധവൃത്താകാര കുഴൽ എന്ന് പറയും. സെമി സർക്കുലർ കനാൽസ്. അർദ്ധവൃത്താകാര കുഴൽ. അർദ്ധവൃത്താകാര കുഴൽ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ ഒരാളിരിക്കുന്നത് ഇതാരാ, അതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ ഒരാളുള്ളതാണ് വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെവിയിലുണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് കൊണ്ടുപോകാൻ ആരുണ്ടായിരിക്കും, നമ്മുടെ ഓഡിറ്ററി നെർവ് അഥവാ ശബ്ദഗ്രാഹി അവിടെ ഉണ്ടായിരിക്കും. ശബ്ദഗ്രാഹി ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. എന്താണ് ഇന്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ, ഇന്റേണൽ ഇയറിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് നമ്മുടെ അസ്ഥി കൊണ്ടുള്ള ഒരു അറയുണ്ട്, അതാണ് മെംബ്രേനിയസ് ലാബിരിന്ത് എന്ന് പറയും. ആ അസ്ഥി നിർമ്മിതമായ അറക്കിൽ, ആ ബോർഡ് കൊണ്ടുള്ള ഒരു അറയ്ക്കുള്ളിൽ ഒരു ദ്രവം, ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡാണ് പെരിലിംഫ് എന്ന് പറയുന്നു. അതിനുള്ളിൽ മറ്റൊരു ലെയർ ഉണ്ട്. ആ ലെയറാണ് ഇത്, നമ്മുടെ മെംബ്രേനിയസ് ലാബിരിന്ത്, സ്ഥലനിർമ്മിതമായ അറയുണ്ട്. ആ സ്ഥലനിർമ്മിതമായ അറയിൽ ഒരു ദ്രവം നിറച്ചിട്ടുണ്ട്, അതാണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. ആ എൻഡോലിംഫിലാണ് ആരുള്ളത്, നമ്മുടെ
കോക്ലിയയും സെമി സർക്കുലർ കനാലും അർദ്ധവൃത്താകാര കുഴലും അതുപോലെ എന്താണുള്ളത് നമ്മുടെ വെസ്റ്റിബ്യൂളും ഒക്കെ ഉള്ളത്. മനസ്സിലാവുന്നുള്ള പറയുന്നത് ഇത്രയുമാണ് ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ഇന്റേണൽ ഇയറിലേക്ക് നമ്മൾ ശബ്ദ തരംഗങ്ങൾ എത്തുക? നമ്മൾ പറഞ്ഞു ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് എന്ന് പറഞ്ഞു. ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ഭാഗത്തേക്ക് അത് മൈഗ്രേഷൻസ് ഓവൽ വിൻഡോ വഴി തൊട്ടടുത്ത ഭാഗത്തേക്ക് എത്തുന്നു. തൊട്ടടുത്ത ഭാഗത്ത് വൈബ്രേറ്റ് ചെയ്താൽ ഈ ഇതിലൂടെ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അത് ഉള്ളിലേക്ക് എത്തിക്കാൻ. ഇവിടെ കൃത്യമായിട്ട് ഔട്ടില്ല നമ്മുടെ ആരുണ്ട്? കോക്ലിയ ഉണ്ട് അല്ലെ? ഈ കോക്ലിയ എന്ന് പറയുന്ന ആളുടെ അകത്ത് ആരുണ്ടായിരിക്കും? ചെറിയ ഹെയർ സെൽസ് ഉണ്ടായിരിക്കും. ചെറിയ ഹെയർ സെൽസ് ഉണ്ടായിരിക്കും. ഈ ഹെയർ സെൽസ് ഉണ്ടായിരിക്കും രോമകോശങ്ങൾ അഥവാ ഹെയർ സെൽസ്. ഹെയർ സെൽസ് അഥവാ രോമകോശം. ഈ ഹെയർ സെൽസ് ആണ് എന്തുള്ളത്? എന്ത് ചെയ്യുന്നത്? ഈ ഹെയർ സെൽസ് ആണ് നമുക്ക് ഈ ശബ്ദ തരംഗങ്ങൾ, സ്റ്റിമുലസ്, ശബ്ദ തരംഗം ഉണ്ടല്ലോ, അതല്ല സ്റ്റിമുലസിനോട് ഉദ്ദീപനം അതല്ലേ? ശബ്ദ തരംഗം സൗണ്ട് വേവ്സിനെ ക്യാച്ച് ചെയ്യുന്നു. ശബ്ദ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് ഇവിടെ ആര്? റിസപ്റ്റേഴ്സ് ആണ് ആര്? ഗ്രാഹികളാണ് ആര്? നമ്മുടെ ഗ്രാഹികളാണ് നമ്മുടെ ഹെയർ സെൽസ്, രോമകോശം. എവിടെ കാണപ്പെടുന്നത്? കോക്ലിയയുടെ അകത്താണ് കാണപ്പെടുന്നത്. കോക്ലിയയുടെ അകത്താണ് കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ. കിട്ടിയല്ലോ? ഈ ഇന്റേണൽ ഇയറിന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ കോക്ലിയയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒച്ചിന്റെ തോട് പോലെ ഇരിക്കുന്ന ഒരു ഭാഗം അല്ലേ? ഒച്ചിന്റെ തോട് പോലെ ഇരിക്കുന്ന ഒരു ഭാഗം, അതിന്റെ കൂടെ ആരുണ്ട്? ഇതാണ് കോക്ലിയ അല്ലേ? കോക്ലിയ അർദ്ധവൃത്താകാര കുഴൽ, സെമി സർക്കുലർ വെസ്റ്റിബ്യൂൾ, അതുപോലെ നമ്മുടെ ആരാളുള്ളത്? ഓഡിറ്ററി കനാൽ. ഇവര് മൂന്ന് പേര് കൂടി ചേർന്നതാണ് നമ്മുടെ കേൾവിയെ സഹായിക്കുന്ന ഭാഗം. കേൾവിയെ സഹായിക്കുന്ന ഇപ്പൊ ചിത്രം, ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ഉണ്ട്, ഇതേപോലെ ചിത്രം ഉണ്ടല്ലേ? ആ ചിത്രം നിങ്ങളോട് തന്നിട്ട് നിങ്ങൾ ചോദിക്കും ഇതില് ഹിയറിംഗിനെ സംബന്ധിക്കുന്ന ഭാഗങ്ങൾ, ഹിയറിംഗുമായി ബന്ധപ്പെട്ട ഭാഗം, കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം ലേബൽ ചെയ്യാൻ പറയും. കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം ലേബൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെയാണ് ലേബൽ ചെയ്യേണ്ടത്? കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? കോക്ലിയ ഉണ്ട്. അതുപോലെ പിന്നെ ആരാണ്? നമ്മുടെ ഓഡിറ്ററി കനാൽ അഥവാ ശ്രവണ നാഡി അഥവാ ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി നെർവ്, ശ്രവണ നാഡി, ഓഡിറ്ററി. അപ്പൊ ശബ്ദം എന്ത് ചെയ്യുന്നു? ശബ്ദം കൃത്യമായിട്ട് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചുറ്റി വളച്ചു വെച്ചിട്ടുള്ള ഈ കോക്ലിയെ നമ്മൾ പിടിച്ചൊന്ന് നിവർത്തി വെച്ച് നോക്കാം. ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ കോക്ലിയ ഇങ്ങനെ ചുരുട്ടിരിക്കുന്ന കോക്ലിയെ നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്തു? രണ്ട് ഭാഗത്ത് നമ്മൾ നിവർത്തി വെച്ചു. നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഭാഗമാണ് കോക്ലിക്ക് കിട്ടുക. കോക്ലിക്ക് 3 പാടുകളാണുള്ളത്. ഒരു അപ്പർ ലെയറും മിഡിൽ ലെയറും ലോവർ ലെയറും അല്ലേ? അപ്പോൾ ഈ 2 ലെയറുകൾക്കില്ല, അപ്പർ ലെയറിനും മിഡിൽ ലെയറിനും ലോവർ ലെയറിനും ഇടയിലായിട്ടാണ് ഒരു പ്രത്യേക ഭാഗം കാണപ്പെടുന്നുണ്ട്. ആ ഭാഗത്തെ പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി. ഈ ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ കാണപ്പെടുന്നത്. ഗ്രാഹികൾ കാണപ്പെടുന്നവരാണ് ഈ ഓർഗൻ ഓഫ് കോർട്ടിയിലാണ്. ഓർഗൻ ഓഫ് കോർട്ടി അഥവാ ഈ ഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മിഡിൽ ലെയറിന്റെയും അതുപോലെ ലോവർ ലെയറിന്റെയും, താഴത്തെ അറയെയും മധ്യ അറയുടെയും, മിഡിൽ ചേംബറിന്റെയും ലോവർ ചേംബറിന്റെയും ഇടയിലും, 2 ചേംബറിന്റെയും ഇടയിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഈ ഹെയർ സെൽസ് കാണപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹെയർ സെൽസ് കാണപ്പെടും. അപ്പൊ നമ്മൾ ഈ ഒച്ചു പോലെ ചുരുണ്ടിരിക്കുന്ന കോക്ലിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് ഒന്ന് വലിച്ചു നിവർത്തി കൊണ്ട് വെച്ചെന്നുള്ളൂ. അപ്പൊ അതിനുള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏതാണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്നുള്ളൊരു ഭാഗം കാണപ്പെടുന്നുണ്ട്. ആ ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് ആരുള്ളത്? ഹെയർ സെൽസ് ഉള്ളത്. ഇവിടെ ഹെയർ സെൽസ് രോമകോശങ്ങളാണ്. എന്ത് നമ്മൾ പറഞ്ഞു? കർണനാളത്തിൽ നമ്മൾ ഓഡിറ്ററി കനാലിൽ നിന്ന് ഹെയർ പറഞ്ഞു, അതെല്ലായിരുന്നു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കാണപ്പെടുന്ന ഹെയർ സെൽസ് രോമകോശങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ശബ്ദത്തെ സ്വീകരിക്കാൻ, സൗണ്ടിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ്, ഗ്രാഹികളാണ്. അപ്പൊ ശബ്ദം സൗണ്ട് വേവ്സിലൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സൗണ്ട് വേവ്സിനെ പിടിച്ചുകൊണ്ട് വലിക്കും. ഓർഗൻ ഓഫ് കോർട്ടിലേക്ക് ഹെയർ സെൽസിലേക്ക് ഇങ്ങനെ വരും.
ഇങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക. മനസ്സിലാവുന്ന പറയുന്നത്? ഇതിനുള്ളിലൊക്കെ ഫ്ലൂയിഡിന്റെ ഒക്കെ ഒരു ചലനം മൂലമൊക്കെയാണ് ഇതിൽ നമുക്ക് കേൾവി എന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കേൾവി നമ്മൾ പറഞ്ഞു, ഇത്രയാണ് കേൾവി എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ച് പറയാനുള്ളത്. കേൾവി. ഓക്കെ, ഹിയറിംഗ്. അപ്പൊ എങ്ങനെയാണ് ഹിയറിംഗ് എന്ന സംഭവം ഉണ്ടാവുക? ഹിയറിംഗ് എന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആദ്യം സൗണ്ട് വേവ്സ് ആണല്ലോ. സൗണ്ട് വേവ്സ്, ശബ്ദമാണ് ഇവിടെ ഉദ്ദീപനം. ആ സൗണ്ട് വേവ്സ് ആദ്യം എന്തിലൂടെ പ്രവേശിക്കുന്നു? പിന്ന വഴി പ്രവേശിക്കുന്നു. പിന്ന ചെവിക്കുട വഴി പ്രവേശിക്കുന്നു. ചെവിക്കുടയിൽ നിന്നും ഓഡിറ്ററി കനാൽ, ശ്രവണ കർണനാളം. ഓഡിറ്ററി കനാലിൽ നിന്നും പിന്നെ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ടിംപാനം, കർണപടത്തിലേക്ക് എത്തുന്നു. കർണപടത്തിൽ നിന്നും അസ്ഥി ശൃംഖല, ഇയർ ഫോസിക്കിൾസ്. അസ്ഥി ശൃംഖല കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ഏതാണ്? അസ്ഥി ശൃംഖല കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ഏതാണ്? അസ്ഥി ശൃംഖല കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ഏതാണ്? ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കോക്ലിയ. കോക്ലിയ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ഏതാണ്? നമ്മുടെ ഹെയർ സെൽസ്. കോക്ലിയയിലെ ഹെയർ സെൽസ് അഥവാ രോമകോശങ്ങളിൽ നിന്നും എന്തുണ്ടാകുന്നു? അവിടെ ആവേഗം, ഇമ്പൾസ് ഉണ്ടാകും. അതിനെ കൊണ്ട് ആരും പോകുന്നത്? ഓഡിറ്ററി നെർവ്. ശ്രവണ നാഡി വഴി മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് മക്കളെ പോവുക? ഏത് ഭാഗത്തേക്ക് പോവുക? നമ്മുടെ സെറിബ്രത്തിലേക്ക് പോകുന്നു. സെറിബ്രം. എന്തുകൊണ്ടാണ് സെറിബ്രത്തിലേക്ക് പോകാൻ കാരണം? എന്തുകൊണ്ടാണ് സെറിബ്രത്തിലേക്ക് പോകാൻ കാരണം? കാരണം നമുക്കറിയാം ഇന്ദ്രിയാനുഭവം അല്ലേ? യുവോക് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ സെറിബ്രത്തിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ശബ്ദം എന്ന് പറയുന്ന അനുഭവം നമുക്ക് എങ്ങോട്ട് എത്തുന്നു? സെറിബ്രത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കേൾവി എന്ന അനുഭവം നമുക്ക് ഉണ്ടാവും. ഇനി ഞാൻ ചോദിക്കട്ടെ, കേൾവി എന്ന ധർമ്മം മാത്രമാണോ നമ്മുടെ ശരിക്കുള്ളത്? കേൾവി എന്ന ധർമ്മം മാത്രമാണോ ശരിക്കുള്ളത്? ഒരിക്കലുമല്ല. മറ്റൊരു ധർമ്മം കൂടി ശരിക്കുണ്ട്. എന്താണത്? കേൾവിക്കുള്ള മറ്റൊരു ധർമ്മമാണ് നമ്മുടെ എന്താ നമുക്കറിയാം, ചെവി അടക്കി ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബോധം കെട്ടുപോയി നമ്മൾ തലറങ്ങി വിടുകയൊക്കെ ചെയ്യില്ലേ? എന്താണ് കാരണം നോക്കുക. കാരണം നമ്മുടെ ബോഡി ബാലൻസ്, ശരീര തുലന നില പാലിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ശരിക്ക് ഹിയറിംഗ് എന്നൊരു ധർമ്മം മാത്രമല്ല, പിന്നെ മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. എന്താണ് ധർമ്മം? ബോഡി ബാലൻസിങ്, ശരീര തുലന നില പാലനം, ബോഡി ബാലൻസ്. ശരീര തുലന, ബോഡി ബാലൻസ് മെയിനാണ് ഇന്റേണൽ ഇയറിലെ ഒരു ഭാഗം തന്നെ നോക്കുക. ഇത്രയാണ് ഇന്റേണൽ ഇയറിന്റെ ഭാഗമല്ലേ? ഇതില് കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം, ഹിയറിംഗുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ അടയാളപ്പെടുത്തണം? കോക്ലിയ അടയാളപ്പെടുത്തണം, ഓഡിറ്ററി കനാലും അടയാളപ്പെടുത്താം, ഓഡിറ്ററി നെർവ്, ശ്രവണ നാഡിയും അടയാളപ്പെടുത്താം. ഇനി ശരീര തുലനയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഏതാണതാ? സെമി സർക്കുലർ കനാൽ, സെമി സർക്കുലർ, അർദ്ധവൃത്താകാര കുഴൽ അല്ലെ? അർദ്ധവൃത്താകാര കുഴൽ. അർദ്ധവൃത്താകാര കുഴലുണ്ടാവും. പിന്നെ ഇവിടെ ഒരാളുടെ ആരാണ്? വെസ്റ്റിബ്യൂൾ ഉണ്ടായിരിക്കും. വെസ്റ്റിബ്യൂൾ ഉണ്ടായിരിക്കും. അതുപോലെ എന്താ പിന്നെ വേറെ വെസ്റ്റിബ്യൂളാർ എന്നാണ്. ഇത്രയുമാണ് നമ്മുടെ ചെവിയുടെ ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ഭാഗം. നോക്കി എങ്ങനെയാണ് ബോഡി ബാലൻസ് ചെയ്യുന്നത്?
നമുക്കറിയാം നമ്മുടെ ഇതിന്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറത്ത് ബോഡിയിലെ അസ്ഥിനിർമ്മിതമായ അറയുണ്ട്, അതിനുള്ളിൽ മെംബ്രേനിയസ് സ്ഥലനിർമ്മിതമായ അറയുണ്ട്, അതിനുള്ളിൽ കുറെ ഫ്ലൂയിഡ് ഒക്കെ നിറച്ചിട്ടില്ലേ, പുറത്താണെങ്കിൽ പെരിനീഫും അകത്താണെങ്കിൽ എൻഡോലിഫും നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ തലയുടെ ഭാഗത്താണ് ഇരിക്കുന്നത് ഇതെല്ലാം ഫ്ലൂയിഡ് ഒക്കെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളം ഇളകാതെ ആ പാത്രത്തിലെ വെള്ളത്തിൽ ഒരു മൂവ്മെന്റും സംഭവിക്കാതെ നമ്മളോട് നടന്നത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമോ? ഇല്ല. നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നടന്നാലും ആ വെള്ളത്തിൽ ചെറിയൊരു മൂവ്മെന്റ് എങ്കിലും ഒരു ചെറിയ ചലനമെങ്കിലും അവിടെ ഉണ്ടാകും. ഇതേപോലെ തന്നെ നമ്മുടെ തലയുടെ ഉള്ളിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കുറെ ഫ്ലൂയിഡ് കുറെ ദ്രവങ്ങളൊക്കെ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തല ഇളകുന്നതിനനുസരിച്ചൊക്കെ എവിടെയും ഇളക്കം ഉണ്ടാവുന്നുണ്ട്, എവിടെയും മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു ഫ്ലൂയിഡിലൊക്കെ ഈ മൂവ്മെന്റ് ഒരു ചലനം ഉണ്ടാവുന്നുണ്ട്. മൂവ്മെന്റ് ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ്സ് ആര് പിടിച്ചെടുക്കും? നമ്മുടെ സെമി സർക്കുലർ കനാലിലും വെസ്റ്റിബ്യൂളിലും കാണപ്പെടുന്ന അവിടെയും കുറച്ച് എന്തുണ്ട്? രോമകോശങ്ങൾ കാണപ്പെടുന്നു. രോമകോശം അഥവാ ഹെയർ സെൽസ് അവിടെ കാണപ്പെടുന്നുണ്ട്. ഹെയർ സെൽസ്, ഈ ഹെയർ സെൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ്, തലയുടെ ചലനം എങ്ങനെയാണോ ആ ചലനത്തിനനുസരിച്ചുള്ള മൂവ്മെന്റ്സ് ഒക്കെ ആര് പിടിച്ചെടുക്കും? ഇവർ പിടിച്ചെടുക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഇമ്പൾസ് ഫോം ചെയ്ത് അവരെ എങ്ങോട്ട് കൊടുക്കും? ബ്രെയിനിലേക്ക് കൊടുക്കും. അങ്ങനെ ബോഡി അവിടെ ബാലൻസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് നമ്മുടെ ഇവിടെ കുറെ ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടില്ലേ ഈ ഭാഗത്ത്, ഇതൊക്കെ തലയുടെ ഈ ഭാഗത്ത്, തലയുടെ ഉള്ളിലല്ലേ. അപ്പോ തലയ്ക്ക് ഉണ്ടാകുന്ന ഈ ചലനം നമ്മൾ തലയാട്ടുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ തലയ്ക്ക് ചലനം ഉണ്ടാകുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഈ തലയ്ക്കുണ്ടാകുന്ന ചലനം, ഈ ഹെഡിനുണ്ടാകുന്ന മൂവ്മെന്റ്സ്, ഹെഡിനുണ്ടാകുന്ന ഇത്തരം മൂവ്മെന്റ്സ് ആരിൽ മൂവ്മെന്റ് ഉണ്ടാകും? ആരുടെ ചലനം ഉണ്ടാകും? ഇവിടെയുള്ള ദ്രവത്തിൽ, ഇവിടെയുള്ള ഫ്ലൂയിഡിലും ഒരു മൂവ്മെന്റ് ഉണ്ടാകും. ആ ഫ്ലൂയിഡിലെ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിലെ മൂവ്മെന്റ്, ആ ഫ്ലൂയിഡിൽ ആ ദ്രവത്തിലെ ചലനം ആര് പിടിച്ചെടുക്കുന്നു? അവിടെ സെമി സർക്കുലർ കനാലിലും വെസ്റ്റിബ്യൂളിലും കാണപ്പെടുന്ന രോമകോശങ്ങൾ അഥവാ ഹെയർ സെൽസ് പിടിച്ചെടുക്കും. ഹെയർ സെൽസ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഹെയർ സെൽസ് എന്താ ചെയ്യുന്നത്? അവിടെ അവരൊരു ഇമ്പൾസ് ഉണ്ടാക്കുന്നു, ആവേഗം ഉണ്ടാക്കുന്നു. ഈ ഇമ്പൾസിനെ കൊണ്ട് ഇനി ആര് പോകണം? വെസ്റ്റിബ്യുലാർ നെർവ്, വെസ്റ്റിബ്യുലാർ നാഡി പോകണം. വെസ്റ്റിബ്യുലാർ നാഡി അഥവാ വെസ്റ്റിബ്യുലാർ നെർവ് പോകണം. എവിടേക്ക് പോകണം? സെറിബ്രത്തിലേക്കാണോ പോകേണ്ടത്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞു സെറിബ്രത്തിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിന്നും ഇമ്പൾസ് പോകുന്നത് ഏത് ഭാഗത്തേക്കാണ്? സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. സെറിബെല്ലം നമ്മൾ പഠിച്ചു, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ബ്രെയിൻ. പഠിച്ചല്ലേ? അവിടെ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്? മെയിൻറ്റെയിൻസ് ബോഡി ബാലൻസ്, ശരീര തുലന പാലിക്കുന്നു. അപ്പോ ശരീര തുലന നിലയാണ് സഹായിക്കുന്നത്, അഥവാ ബോഡി ബാലൻസ് ആണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ചെവിയാണ്. ആ ചെവിയിലെ മെസ്സേജ് അപ്പൊ എവിടേക്കാണ് സ്വാഭാവികമായിട്ട് പോകേണ്ടത്? സെറിബെല്ലത്തിലേക്കാണ് പോകേണ്ടത്. ഇത്രയും നേരം മാറ്റമൊക്കെ എന്തായിരുന്നു? സെറിബ്രമായിട്ട് ഇവിടെ എത്തുന്നത് സെറിബെല്ലത്തിലേക്ക് പോയി. സെറിബെല്ലം അപ്പൊ അവിടെ അത് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും സ്ഥിരമായി കാണുന്നത് കള്ളു കുടിച്ച് അമിതമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കള്ളു കുടിച്ച ആൾക്കാർ, അവർക്ക് നേരെ നടക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. അവരെപ്പോഴും ആടി വലഞ്ഞാണ് നടക്കുന്നത് അല്ലെ? കൃത്യമായിട്ട് അവർക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ആൽക്കഹോൾ കണ്ടന്റ് തലച്ചോറിന്റെ ഏത് ഭാഗത്തേക്ക് ബാധിക്കുക? നമ്മുടെ ഏത് ഭാഗത്തിന് ബാധിക്കും? സെറിബെല്ലത്തെ ബാധിക്കും. സെറിബെല്ലത്തിന് ബോഡി ബാലൻസ് അവിടെ ലഭിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇത്തരത്തിലാണ് ഈ ഹെഡിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഈ ഫ്ലൂയിഡ്സ് ചലനം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസത്തിലൂടെ ഇമ്പൾസ് ഉണ്ടായി സെറിബെല്ലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ബോഡി ബാലൻസ് ചെയ്യും. പെട്ടെന്ന് നമ്മൾ നടന്നുമ്പോൾ തട്ടിത്തടഞ്ഞ് പെട്ടെന്ന് വീഴുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഒന്ന് തട്ടിത്തടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പൊസിഷനിലേക്ക് വീണ്ടും വരുന്നു. ഇത്തരത്തിലൊക്കെ വരാൻ കാരണം എന്താണ്? ഈ മൂവ്മെന്റ്സ് അവർ ആര് ക്യാച്ച് ചെയ്യുന്നു? ഇവിടെയുള്ള ഹെയർ സെൽസ് ക്യാച്ച് ചെയ്യുന്നു, രോമകോശങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ചെവിയുടെ ഘടന എന്ന് പറഞ്ഞാൽ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ ചിത്രം തന്നിട്ട് നമുക്ക് ചോദിക്കും എന്താണ് കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം അടയാളപ്പെടുത്തുമെന്ന് പറയും. ഹിയറിംഗുമായി ബന്ധപ്പെട്ട ഭാഗം ലേബൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ലേബൽ ചെയ്യേണ്ട കാര്യം ഒന്ന് കോക്ലിയ, രണ്ട് നമ്മുടെ ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണ നാഡി, ഇത് രണ്ട് ഭാഗം മാത്രം ലേബൽ ചെയ്താൽ മതി. ഇനി ഇതേ ചിത്രം എന്നിട്ട് വീണ്ടും ചോദിക്കും ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ഭാഗം, ശരീര തുലനയുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോക്ലിയ അവിടെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ ആവശ്യമായ സെമി സർക്കുലർ കനാലിൽ വെസ്റ്റിബ്യൂളും വെസ്റ്റിബുലാർ നാഡിയുമാണ് അവിടെ ആവശ്യം. ഈ മൂന്ന് ഭാഗങ്ങൾ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ. ഓക്കെ, ഇത്രയുമുള്ളൂ കാര്യം. ഓക്കെ.